കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യയെ വീണ്ടും വെളുപ്പിച്ചെടുക്കാനുള്ള ന്യായീകരണങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സഖാവ്. നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന രീതിയിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് MV ജയരാജൻ ഒരു ദുസ്സൂചന നൽകി ദിവ്യയെ പരിശുദ്ധയാക്കാൻ ശ്രമിച്ചിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം കഴിഞ്ഞ ദിവസം ഇതാ വീണ്ടും ജയരാജൻ നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരൻ എന്ന് മുദ്ര കുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം പി ദിവ്യ നിരപരാധി എന്നൊരു സർട്ടിഫിക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യ അല്ല എന്നും കൊലപാതകമാകാൻ സാധ്യതയുണ്ട് എന്നുമാണ് നവീൻ ബാബുവിന്റെ കുടുംബം കരുതുന്നത്. അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാൻ കൂടിയാണ് അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ സരിത ലൈംഗിക ആരോപണം ഉന്നയിച്ച് പിണറായി വിജയന് ഒരു വെള്ളക്കടലാസിൽ ഒരു അപേക്ഷ എഴുതി കൊടുത്തപ്പോൾ പാവം ഈ സ്ത്രീക്ക് നീതി വേണമല്ലോ എന്നും പറഞ്ഞ് നേരെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത പിണറായിയും പാർട്ടിയുമാണ് സ്വന്തം പാർട്ടി കുടുംബത്തിൽപ്പെട്ട സത്യസന്ധനായ ഒരു ADM ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ട് CBI അന്വേഷിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തെ എതിർക്കുന്നത്. CBI വന്ന് അന്വേഷിക്കുന്നതിൽ പിണറായിക്കും ശിങ്കിടികൾക്കും എന്താണ് ഇത്ര വേവലാതി? സ്വന്തം പോലീസിനെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കുന്നത് പോലെ CBI കൊണ്ട് കളിപ്പിക്കാൻ പറ്റില്ലല്ലോ, അത്ര തന്നെ. അപ്പോൾ ADMനെതിരെ കെട്ടിച്ചമച്ച ഒരു കൈക്കൂലി ആരോപണം ഉന്നയിച്ച് അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പി ദിവ്യ മുതൽ സകലമാന ബിനാമി കള്ളക്കൂട്ടങ്ങളും അഴിക്കുള്ളിലായെന്നിരിക്കും. അതിലാർക്കപ്പെടുമെന്ന് ദൈവത്തിനും MV ഗോവിന്ദൻ മാസ്റ്റർക്കും മാത്രം അറിയാം. പി ദിവ്യയെ സ്വീകരിക്കാൻ ജയിലിന് മുന്നിൽ കാത്തുകെട്ടി നിന്നതാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള. പി ദിവ്യ ജയിലിൽ കൊതുകടി കൊണ്ടതിൽ നെഞ്ചത്തടി ചാർത്തു കരഞ്ഞതാണ് ശ്രീമതി ടീച്ചർ. ദിവ്യയുടെ വീടിന് കാവലിരുന്നവരാണ് ഡിഫിക്കാരും മഹിളാ അസോസിയേഷൻ സഖാത്തികളും. പി ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി നവീൻ ബാബുവും കുടുംബവും ഇതാ തകർക്കുന്നു എന്നാണ് റഹീമിന്റെയും വസീഫിന്റെയും ആർഷോവിന്റെയും ആരിയുടെയും ഒക്കെ നെഞ്ചത്തടിച്ചുള്ള നിലവിളി. അവരെയൊക്കെ ഇപ്പോഴിതാ MV ജയരാജൻ സഖാവ് ആശ്വസിപ്പിക്കുകയാണ്. പി ദിവ്യക്ക് ഒരു കേടും പറ്റില്ല മക്കളെ, പി ദിവ്യ പരിശുദ്ധയാണ്. അടുത്ത തവണ കണ്ണൂരിൽ നിന്ന് തന്നെ നിയമസഭയിലേക്ക് പി ദിവ്യ മത്സരിക്കും. പിണറായിയുടെ മരുമോനെ വെട്ടി പി ദിവ്യയെ മുഖ്യമന്ത്രിയാക്കണം സഖാവെ. പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ശശി തന്നെ മതി, അതായിരിക്കും ദിവ്യക്കും ഇഷ്ടം. ഇതൊക്കെ മനസ്സിലിട്ട് ലഡു പൊട്ടിച്ചാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ CBI വേണമെന്ന ഹർജി ദിവ്യക്ക് അനുകൂലമാണ് എന്ന മട്ടിൽ MV ജയരാജൻ ഒരു വ്യാഖ്യാനം നടത്തിയിരിക്കുന്നത്. കുടുംബത്തിന്റെ ഹർജിയിൽ നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കി എന്നാണ് പറയുന്നത്. അതിന്റെ മറ്റൊരർത്ഥം പി ദിവ്യ കുറ്റക്കാരി എന്നാണ് ജയരാജൻ സഖാവിന്റെ കണ്ടെത്തൽ. കണ്ടാമൃഗം തോറ്റുപോകുന്ന തൊലിക്കെട്ടി എന്നല്ലാതെ എന്ത് പറയാനാണ്? കണ്ണൂരിൽ മാധ്യമങ്ങളോടായിരുന്നു MV ജയരാജന്റെ ഈ പ്രതികരണം. പാർട്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്ന സ്ഥിരം പല്ലവി ഇത്തവണ പക്ഷേ സഖാവ് പറഞ്ഞില്ല. ഇനിയും അങ്ങനെ പറഞ്ഞാൽ പത്തനംതിട്ടയിൽ നിന്ന് ചൂലുമായി 2 പെൺകുട്ടികൾ ഇറങ്ങി വന്ന് ചറപറ പൂശിയെന്നിരിക്കും. ആ പേടി കൊണ്ടാവണം. ദിവ്യയുടെ പേരിലുള്ള ആരോപണം ആത്മഹത്യാ പ്രേരണം മാത്രമാണ് എന്നാണ് MV ജയരാജൻ പറയുന്നത്. ദിവ്യക്കെതിരെ ഇതുവരെ കൊന്നുകെട്ടിത്തൂക്കി എന്ന ആരോപണം ഉയർന്നിട്ടില്ല. കൊലപാതകമാണെങ്കിൽ ആരാണത് ചെയ്തത് എന്നാണ് അന്വേഷിക്കേണ്ടത്. ആരായാലും അന്വേഷണം നടത്തണം. CBI അന്വേഷണത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് എന്നും MV ജയരാജൻ പറഞ്ഞു. കോടതികളോടും ന്യായാധിപന്മാരോടും MV ജയരാജന് നല്ല ബഹുമാനമാണല്ലോ. അതിനുള്ള പ്രത്യേക അവാർഡ് മുമ്പൊരിക്കൽ കോടതി തന്നെ കയ്യോടെ കൊടുത്തിട്ടുള്ളത് ചിലർക്കെങ്കിലും ഓർമ്മ കാണും. തുടർന്ന് നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരൻ എന്നൊരു ദുസ്സൂചനയും ജയരാജൻ നൽകുന്നുണ്ട്. ജയരാജന്റെ തുടർന്നുള്ള പ്രസ്താവന ഇങ്ങനെയായിരുന്നു: നവീൻ ബാബുവിനെ തങ്ങൾക്കറിയുന്നത് പോലെ മാധ്യമങ്ങൾക്കറിയില്ല. കൈക്കൂലി വാങ്ങാത്തതാണ് നവീൻ ബാബുവിന്റെ ചരിത്രം. എന്നാൽ ഉയർന്നു വന്ന ആരോപണം കൈക്കൂലി വാങ്ങി എന്നാണ്. അതിന്റെ സത്യം എന്താണെന്ന് തങ്ങൾക്കറിയില്ല. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിലും ദിവ്യയുടെ പ്രസംഗത്തിലെ അവസാന ഭാഗം ശരിയായില്ല. മനസ്സിലായില്ലേ? നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിലും എന്ന്. എന്റെ പൊന്നു ജയരാജൻ സഖാവെ, നിങ്ങളെയൊക്കെ എങ്ങനെ പുതിയ തലമുറ സഖാക്കൾ സഹിക്കുന്നു? കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ. യാത്രയപ്പ് ചടങ്ങിൽ പി ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ച തൊട്ടടുത്ത ദിവസമായിരുന്നു നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. ചെങ്ങളായിലെ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പി ദിവ്യയുടെ ആരോപണം. ഇനി പോകുന്നിടത്ത് കണ്ണൂരിലേതുപോലെ പ്രവർത്തിക്കരുത് എന്നൊരു താക്കീത് കൂടി ദിവ്യ സഖാവ് നൽകിയിരുന്നു. 2 ദിവസത്തിനകം എന്തോ വലിയൊരു തെളിവുമായി താൻ വരുമെന്നൊരു ഭീഷണിയും അതിന് പിന്നാലെ പി ദിവ്യ പുറപ്പെടുവിക്കുകയുണ്ടായി. 2 ദിവസമല്ല, 2 മാസവും അതിലേറെയും കഴിഞ്ഞിരിക്കുന്നു. എന്തായിരുന്നു ദിവ്യ സഖാവെ ആ തെളിവ്? എന്തേ അത് പുറത്തുവിടാത്തത്?
ഇനി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിനും അപകീർത്തി കേസ് കൊടുക്കുമോ എന്ന് നമുക്ക് വഴിയെ അറിയാം. ഏതായാലും ഭാവി മുഖ്യമന്ത്രിക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ദിവ്യസഖാവിന്റെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇൻകുലാബ് വിളിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം സഖാക്കളെ.